അമ്പേ ഇവിടുത്തെ ജോലിക്കാരിയായ എന്റെ അമ്മനിൽ ഓറഞ്ച്. ഞങ്ങൾ ശരിക്കും എന്തിനാ ഇവിടെ വരുന്നത് അറിയാം. നിങ്ങൾ എന്തിനാ വരുന്നത്? ഞങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി. നമുക്ക് ഈ വണ്ടി വീട്ടിൽ കൊണ്ടുപോടാ. നമുക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോവാം. ഹായ് ഹായ് ദാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം മറ്റേ പരിപാടി നോക്കാൻ. എന്ത് പരിപാടി? അങ്ങനല്ല, വേറെ കുറച്ച് പരിപാടി. യെസ് യെസ്, നമ്മുടെ കാക്കുന് ഇന്ന് കുറച്ച് സർപ്രൈസ് കൊടുക്കണം. ഇന്ന് കാക്കുവിന്റെ ബർത്ത്ഡേ. അപ്പം പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും നടത്തുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു കുട്ടി സർപ്രൈസ്. എന്നെ മനസ്സിൽ തോന്നി ഒരു ചെറിയൊരു ട്രഷർ ഹണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അയ്യോ അമ്മ ഷീപ്പ് പോയല്ലോ. ഞങ്ങളുടെ മമ്മ എവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ മമ്മ എന്ന് പറയണം. അതേണ്ട മമ്മ വരുന്നു. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ആണ് നമ്മൾ ഇന്ന് എന്തുവാടാ പറയടാ. ഇന്ന് ഒരു ദിവസമാണ്. ഇന്ന് ജനുവരിയിലെ 22-ാം തീയതി. ഗൈസ് അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. അതായത് നമ്മുടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഞാൻ പറയാൻ വന്നപ്പോ അവൾക്ക് പറയാൻ വയ്യ. എന്നിട്ട് ഞാൻ പറയാൻ വന്നപ്പോ അവള് ചാടി കയറി പറയാമോട്ടെ. എന്ത് പറയണ്ടേ? ഞങ്ങളുടെ ഇക്കപ്പന്റെ ബർത്ത്ഡേ ആണ് ഇന്നല്ലേ. ഞങ്ങളുടെ കുഞ്ഞിക്കാട് ഹാപ്പി ബർത്ത്ഡേ ആ ഇന്ന്. രണ്ടു മൂന്ന് ദിവസമായിട്ട് അമ്പുന് നല്ല പനിയായിരുന്നു കേട്ടോ. അമ്പുനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നത് ഭയങ്കര ഈർച്ചയ്ക്ക് ഇടയ്ക്കായിരുന്നു. അപ്പൊ അമ്പു ഇന്നിപ്പോ ഒന്ന് ഇച്ചിരി ഓക്കെ ആയിട്ട് വന്നിട്ടേ ഉള്ളു. അമ്പു പോയി പാടാ. അമ്പുവിന് എന്താ പ്രത്യേകത? പോയി പാടി. അമ്പു രാവിലെ കാക്കുന് ഉമ്മയൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് വെള്ളിലോട്ട് ഇറങ്ങിയിരിക്കുന്ന വേറെ ഒന്നുമല്ല. നമുക്ക് ഇന്ന് അമ്പുനല്ലല്ലോ, സോറി ഗൈസ്, നമ്മുടെ ഈക്കോസിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സർപ്രൈസ് കൊടുക്കണം ഗൈസ്. അവൻ ഇന്നലെ നമ്മളോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എനിക്ക് ആര് കേക്ക് മേടിച്ചു തരുമെന്ന്. അതിൽ നമ്മൾ അവൻ അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ ഗൈസ്? അപ്പൊ നമ്മൾ ഇന്നൊരു കേക്ക് മേടിക്കാൻ പോകും. അപ്പൊ നമ്മളിന്നൊരു കുട്ടി കേക്ക് മേടിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് കുസൃതി പണികളും കൂടെ ഒപ്പിക്കാമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ട്രഷർ ഹണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൊന്നാട വക ഇക്കൂസിന് ഒരു ട്രഷർ ഭരതനാട്യം. പൊന്ന പറഞ്ഞ കേസ് ഈക്കൂന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. വെറൈറ്റി ആയിട്ട് അതായത് സാധനങ്ങൾ വെറൈറ്റി ആയിട്ട് എന്നല്ല, കൊടുക്കുന്ന സാധനം വെറൈറ്റി ആയിട്ട് കൊടുക്കുക. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് അവൻ വീട്ടില് റിമോട്ട്, അമ്മ സീരിയൽ കാണാതിരിക്കാൻ വേണ്ടി റിമോട്ട് എടുത്ത് ഒളിപ്പിച്ച് വെക്കുക, പിന്നെ ആരെങ്കിലും സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം ആ സ്ഥലങ്ങളിലെല്ലാം അവന് വേണ്ടി ഇന്ന് റെസ്റ്റോറന്റിൽ ഓരോരോ സാധനങ്ങൾ ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അലങ്കാറിലോട്ട് പോയി. അലങ്കാറിന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. നമ്മൾ അലങ്കാറിലാണ് നമ്മൾ പോയി. കാപ്പി പപ്പ എന്ത് പറയുന്നത്? ഞങ്ങൾ മീൻ മേച്ചാൻ പോയില്ലേ പപ്പ? അപ്പൊ ഞങ്ങൾ കോഴിയെ കണ്ടില്ലേ പപ്പ? അത് കഴിഞ്ഞിട്ട് അലങ്കാരി പോയല്ലോ. കോഴി എവിടാ? കോഴി എന്തേന്നോ ദോ നോക്ക് മോന്റെ പുറകില് കോഴി, ഒരു പെടക്കോഴി. അപ്പൊ അലങ്കാരം ഇറങ്ങി. അപ്പൊ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു നല്ല ബേക്കറിയില്, നമ്മളിവിടെ 2-3 ബേക്കറി നോക്കി വെച്ചു ഗൈസ്. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തതല്ല, ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഇക്ക് വന്ന് അവൻ സ്കൂളിൽ പോയേക്കാണ്. അപ്പൊ അവൻ വരുന്നതിന് മുമ്പ് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് നേരെ ബെസ്റ്റ് ബേക്കറി പോയിട്ട് നമുക്ക് കേക്ക് ഒക്കെ ഓർഡർ കൊടുക്കാം ഗൈസ്. പക്ഷേ കേക്ക് ഓർഡർ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് അവൻ ഇഷ്ടപ്പെടണമല്ലോ, അവന്റെ ഇഷ്ടത്തിനുള്ള ഒരു കേക്ക് കിട്ടണമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. അപ്പൊ നമുക്ക് നേരെ ബേക്കറിയിലോട്ട് പോകാം ഗൈസ്. ശരിക്കും പറഞ്ഞാല് എന്റെ മൊബൈല് വീട്ടിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഫോൺ എങ്ങും വെക്കാൻ പറ്റില്ല ഗൈസ്. സംഭവം അത് എടുക്കും. വേറെ 6 മൊബൈൽ വേണ്ട, എന്റെ മാത്രം മതി. കാരണം വെച്ചാൽ അവൾ എടുക്കുന്ന സമയത്ത് ഓപ്പൺ ആയി കിട്ടും. നമുക്ക് ക്യാമറ കളിക്കാൻ പറ്റില്ല, ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കളിക്കാൻ പറ്റും. ചെറിയൊരു ഫോട്ടോഗ്രാഫറാണ് ഗൈസ് എന്റെ അമ്പു. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ ആളെ വേണം, പുറത്തുനിന്ന്.
നിന്നെ പറ്റിയാ പറയുന്നേ. നീ ഫോൺ എടുക്കുവോ? ഫോൺ എടുക്കുവോ? പപ്പാടെ മാത്രം. ഇത് ചീച്ചല്ലേ, ഇതെന്തിനാ പിന്നെ എടുത്ത് കൈ വെച്ചേക്കുന്നേ? ചീച്ചി എന്തിനാ പപ്പ മേടിച്ച് കുടിച്ചേന്ന് ചോദിച്ചേക്കളെ. പപ്പാക്ക് കുടിക്കാം, പപ്പാക്ക് കുടിക്കാം. പപ്പാക്ക് കൂട്ടാ. പപ്പാക്ക് കുടിക്കാൻ പാടില്ല. അതുകൊണ്ടാകുമ്പോ ഇതാ നിങ്ങൾ കറുത്ത് കൊടുക്കട്ടോ ഇത് മേടിച്ച്. ഞങ്ങള് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ വെള്ളം ബ്ലാക്ക്. പപ്പായി മോളി നൈസിന് എന്നെ അങ്ങ് തേച്ച് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടങ്ങ് ഇറങ്ങി. ഗൈസ് വണ്ടിക്കകത്ത് ഒരു വീടിനകത്ത് വേണ്ട എല്ലാ സാധനവും എല്ലാവർക്കും അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാം കേട്ടോ. നിങ്ങൾക്ക് ഇരുന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരുവിധം എല്ലാരും അല്ല കേട്ടോ, കുറച്ചു പേരെ നിങ്ങൾ ആമ്പിള്ളേർക്ക് ഒരു വിചാരമുണ്ട്, നിങ്ങളുടെ വണ്ടി ആരും വലിച്ചടയ്ക്കാൻ പാടില്ല, അതിനകത്ത് പൊടി വീഴാൻ പാടില്ല, മുട്ടാൻ പാടില്ല. എന്റെ പൊന്നു നിങ്ങൾ കേൾക്കണം, ഇവളെ കയറ്റിയിട്ട് ഇറക്കി ഇട്ടുകഴിഞ്ഞുണ്ടല്ലോ ഈ ഡോർ എന്റെ അടുത്ത് വന്ന് അടിക്കും. അമ്മാരിയാണ് ഒക്കെ അടയ്ക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാ. അതേസമയം ഒരു 500 രൂപയുടെ നോട്ട് കീറിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് വീട് പൊട്ടിപ്പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് വണ്ടി എടുത്ത് നേരെ ബസ്സിലോട്ട് പോയി നോക്കാം. കാക്കുവിനോട് ഞാൻ പറഞ്ഞേ എന്തോത്തിനോ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു മിച്ചുവിന്റെ അടുത്ത്. അപ്പൊ ഞാൻ കാക്കുവിനോട് പറഞ്ഞു, കാക്കുവേ അടങ്ങി ഇരുന്നാലേ ഞാൻ ടൗണിൽ പോയിട്ട് വരുമ്പോ മുട്ടയും മേടിച്ചോണ്ട് തരത്തുള്ളൂ, ഇന്ന് ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേക്ക് വന്ന് വലിയ ഡയറി മിൽക്ക് ആയിട്ട് ഗിഫ്റ്റ് തരുന്നെന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എന്നോട് പറയുവാന്നേ, ഡയറി മിൽക്ക് മാമി അങ്ങ് വെച്ചാ മതി, എനിക്കാണെങ്കിൽ ഒന്നിന്റെ വലിയൊരു മാല മേടിച്ചു തരണം, സ്വർണ്ണമാല. ഒന്നിന്റെ വലിയ മാല? ആ സ്വർണ്ണമാല ഒന്നിന്റെ. ഒരു പവനാണോ ആർക്കറിയാം. അവൻ ഒന്നിന്റെ സ്വർണ്ണമാല. പിന്നെ സ്വർണ്ണമാല മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണ മോതിരം മതി അല്ലേ പോ. നമുക്ക് ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര മുമ്പ് മാക്സിമം ഇറങ്ങാൻ ശ്രമിക്കും, പക്ഷെ അമ്പൂനെ പൊക്കി പറക്കി ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മള് കറക്റ്റ് നമുക്ക് 1-2 സാധനം മേടിക്കാനുണ്ടല്ലോ. നമുക്ക് മൈക്ക് മേടിക്കണം. ഞങ്ങളുടെ പഴയ മൈക്ക് പോയി. കേൾക്കത്തുള്ളൂ, അല്ല അത് കേൾക്കത്തില്ല, കേൾക്കുമല്ലോ, പക്ഷെ നമ്മള് യൂസ് ചെയ്യൂല. ഒന്നായിട്ട് യൂസ് ചെയ്താൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഊരി മാറ്റി തിരിച്ചു വെക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്തില്ല, മൈക്ക് പോയി. പിന്നെ എന്തായാലും നമ്മള് മേടിക്കണം എന്ന് പറഞ്ഞേ. പിന്നെ നമുക്കൊരു ട്രൈപോഡ് നല്ലോണം മേടിക്കണം. ഇനിയും ട്രൈപോഡ്. ഇപ്പൊ തന്നെ എത്ര ട്രൈപോഡ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ചുമ്മാ മേടിച്ചു കൂട്ടുക, വെറുതെ മേടിച്ചു. ഓരോ തവണ മേടിക്കുമ്പോ ഓരോ ഫാഷൻ മേടിക്കും. നല്ല കൂടിയത് മേടിക്കുമ്പോ പറയും, അയ്യോ അതിന്റെ ഇച്ചിരി കൂടി ചെറുതും കൂടെ വേണം. അതുകൊണ്ടല്ല, നമുക്ക് ആവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വേണമല്ലോ. എന്തായാലും മസ്റ്റ് ആയിട്ട് വേണോ വേണ്ടായോ നിങ്ങൾ പറ. ആരാ പറയണ്ടേ? ഞാൻ പറഞ്ഞാൽ മതി. പപ്പാടെ രോദന കേട്ടോ കുഞ്ഞാ. ഒന്നിനും സമ്മതിക്കത്തില്ല. ഞാൻ എന്തെടുത്തു? ഞാൻ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടോ? സുന്ദരി ഒന്ന് പറയൂ, എന്റെ ചുണ്ടലി ഉണ്ടായിരിക്കും. പറയാൻ മറഞ്ഞതെല്ലാം പോയി എവിടെയും പറയാം. അങ്ങനെ നമ്മള് ബാക്കിൽ വണ്ടി ഇവിടെ ഇനി ഇതാ വിഷയം. നമ്മളിങ്ങനെ ശ്രദ്ധിക്കരുത്. ഗൈസ് അപ്പൊ നമ്മൾ വേണ്ട ഉച്ചക്ക് ഇറങ്ങിയ സമയത്ത് അവന് കേക്കിന് വേണ്ടി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പോയിട്ട് അത് എടുക്കാൻ പോവാണ് ഗൈസ്. പിന്നെ അത് കൊണ്ടുവന്നതിന് ശേഷം അത് കണ്ടുകഴിയുമ്പോൾ മിക്കു എങ്ങനെ ആവും, അതായത് മിക്കു എങ്ങനെ പ്രതികരിക്കും, മിക്കുന്ന് സന്തോഷമാവില്ല എന്നൊക്കെ നമുക്കറിയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കാറും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇക്കുന് ഭയങ്കര ഡൗട്ട് എവിടെയെങ്കിലും പോവാണോ എന്നൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് അത്യാവശ്യമായിട്ട് വണ്ടി ഒരിടത്ത് കൊടുക്കണം, അതിന് വേണ്ടി പോകാന്ന് പറഞ്ഞിട്ടാ ചാടി ഇറങ്ങി. ഇല്ലെങ്കിൽ അവനും കൂടെ വരും. കൂടെ വന്ന് അവന് മനസ്സിലാവും എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മേടിക്കാൻ പോകുന്നുള്ളത് അവന് നല്ല വൃത്തിക്ക് മനസ്സിലാവും. വണ്ടി കൊടുക്കാനെന്ന് പറയുമ്പോൾ വിശ്വസിച്ചു. നമുക്ക് അവിടുന്ന് കേക്ക് മേടിച്ചിട്ട് നമുക്ക് ചിക്കൻസ് വരെ ഒന്ന് പോകണം കേസ്. പൊന്നെ കുട്ടിയില്ല കേട്ടോ, പൊന്ന കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുത്ത് കുഞ്ഞിനൊന്ന് സെറ്റ് ആക്കട്ടെ കേസ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് കേക്കും എടുത്ത് പെട്ടെന്ന് തിരിച്ചു വരാം ഗൈസ്. അപ്പോൾ ഇക്കുന് വേണ്ടിയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല, കാരണം ഇന്ന് കേക്ക് കിട്ടുമെന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഇന്ന് കേക്കൊന്നും ഇല്ല, ഇന്ന് ബർത്ത്ഡേക്ക് ഒന്നുമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇക്കുനെ എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് സ്പൈഡർമാൻ്റെ കേക്ക് കേട്ടോ. അവന് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവൻ ആദ്യം പറഞ്ഞ സ്പൈഡർമാൻ. അവൻ സ്പൈഡർമാൻ്റെ ഒരു ഫാൻ കേട്ടോ. സ്പൈഡർമാൻ്റെ ഡ്രസ്സ്, സ്പൈഡർമാൻ്റെ A to Z സാധനങ്ങൾ അവൻ്റെ ഉണ്ട്. അതിനോട് അവൻ ഏറ്റവും കൂടുതൽ താല്പര്യവും. അപ്പോൾ ഈ സ്പൈഡർമാൻ്റെ കേക്ക് കിട്ടി കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആവും. ഗൈസ് കുറച്ച് നാളായിട്ട് പറഞ്ഞു ഇക്കു ഫ്രഞ്ച് ഫ്രൈസിന്
അവനോട് KFC വേണോന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം പറയുന്നറിയോ, KFC അവന് ഇഷ്ടമല്ല. അപ്പൊ അവൻ പറയാ ഫ്രഞ്ച് ഫ്രൈസ് മതി, അവൻ അതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നത്. അപ്പോ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചേ. അപ്പൊ അങ്ങനെ ചിക്കൻസിൽ പോയിട്ട് ഒരു ചെറിയൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി ഇതാ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഗൈസ്, ഇനിയുള്ള റിസ്ക് ഫാക്ടർ എന്താ അറിയോ, ഇക്കു കാണാതെ ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ എത്തിക്കണം. അപ്പൊ ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് കേക്ക് എന്തായാലും വണ്ടി തിപ്പ് എടുക്കത്തില്ല, കാരണം ഇക്കു വീട്ടിലുള്ള കാരണം ഇക്കുവിനെ ഒന്ന് ഹൈഡ് ആക്കണം. ഹൈഡ് ആക്കിയിട്ട് പൊന്നായിട്ട് പറയാം, അങ്ങനെ പൊന്ന കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ എത്തിച്ചോളൂ. എങ്ങാനും ഒരു തുമ്പെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാകും കേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. നമ്മൾ അത്രയും ഇത് കൊടുക്കാൻ പാടില്ല ഗൈസ്, അവനെ പറ്റിക്കണം. അവനെ ആദ്യം കേക്ക് ഇല്ല എന്ന് പറഞ്ഞവനെ പറ്റിക്കണം. രസമായിരിക്കും ഗൈസ്. അപ്പൊ വേണ്ട നമ്മള് സോണിനെയും ഇക്കുനെയും പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി പൊന്നെ പറ. അമ്മയെ കൊണ്ട് വായിപ്പിക്കണം, നിങ്ങൾ രണ്ടും കൂടെ ടാസ്ക് ചെയ്യണ്ടേ. TV സ്റ്റാൻഡിൽ പോയി നോക്ക്, സർപ്രൈസ്. ഇക്കു നോക്കണം, നീ വായിക്കാൻ മാത്രമേ ഉള്ളേ. TV സ്റ്റാൻഡ് ഏതാ? TV സ്റ്റാൻഡ് ഏതാ? ഇത് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ നോക്ക്, എന്തെങ്കിലും ഒളിച്ചിട്ടുണ്ടായിരിക്കും. നോക്ക്, മേളിലോ താഴെയോ പുറകിലോ ഒക്കെ നോക്ക്. കണ്ട 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 അക്കുറയും പോലെ. ഇനി ആ പേപ്പർ അങ്ങിട്ട് എടുക്ക, പേപ്പർ അങ്ങിട്ട് എടുക്ക. നോക്കട്ടെ കാക്ക എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇനി ഡൈനിങ് ടേബിളിന്റെ താഴെ സർപ്രൈസ്. ഡൈനിങ് ടേബിൾ എവിടെ? ഡൈനിങ് ടേബിൾ മാറങ്ങോട്ടെ. കണ്ടുപിടി കണ്ടുപിടി, അങ്ങോട്ട് നീങ്ങിക്കേ, കണ്ടുപിടി. ഇന്ത്യ ടൂ മോനെ സീൻ. എന്തുകൊണ്ടാ ഓ ഇക്കുന്റെ ഇഷ്ട സാധനം. ഇക്കുവിന്റെ മുറിയിൽ ടേബിളിൽ സർപ്രൈസ്. ടേബിളിനകത്തോ ചിലപ്പോ ഡ്രോയ്ക്കകത്തൊക്കെ ആയിരിക്കും, ചിലപ്പോ ഡ്രോയ്ക്കകത്തൊക്കെ, ഈ ഡ്രോയിനകത്തൊക്കെ ആയിരിക്കും. അതിനകത്തല്ല. റോക്കറ്റ് ഇതെന്തൊക്കെ പല പല മുട്ടായി. ഹാളിൽ റിമോട്ട് ഒളിപ്പിക്കുന്നിടത്ത് സർപ്രൈസ്. നീ എവിടെ റിമോട്ട് ഒളിപ്പിച്ചേക്കുന്ന അമ്മാടെ നേരത്തിന്? ഹാളിൽ എടാ, ഇവിടെ ഹാൾ ഇവിടെ ശരിയാണല്ലോ. ഈ ഹാളിൽ റിമോട്ട് ഒളിപ്പിക്കുന്ന പ്ലേസ് എവിടാ? ഞാൻ പറയാം, നീ ഹാളിൽ അമ്മ എടുക്കാതെ എപ്പോഴും റിമോട്ട് ഒളിപ്പിക്കുന്ന സ്ഥലം എവിടെയാന്ന് ഓർത്ത് നോക്ക്. ആലോചിക്ക്. നല്ല ആലോചിക്കടാ, നല്ല ആലോചിക്ക്. എവിടെയാണെന്ന് അല്ല, അവൻ വെക്കുന്നിടത്ത് ഞാൻ നോക്കുന്നേ. എല്ലാം എന്റെ ബർത്ത്ഡേക്ക് ഞാനാ പൊട്ടിക്കട്ടെ. അങ്ങനെയാ കുഞ്ഞു പൊട്ടിച്ചാട്ടെ. എന്താണ് കാണണം ഉടുപ്പ്. പൊട്ടിക്കാൻ നിൽക്കുക. ഗൈസ്, അപ്പൊ ഇനി അടുത്ത ഹണ്ടിങ്ങിന് വേണ്ടിട്ട് ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താം. അത് ഗിഫ്റ്റ്. ഓക്കെ, അവ റെഡി ഇല്ലയോ? അമ്പുവിന്റെ ചെയറിൽ സർപ്രൈസ്. അമ്പുവിന്റെ ചെയറില് അമ്പുവിന്റെ ചെയർ അമ്പുവിന്റെ ചെയർ ഇതാണോ? താഴെ നോക്ക്.
ഉണ്ടെന്നാണ്. അല്ല വീണ്ടും വീണ്ടും എല്ലാത്തിലും ഇങ്ങനെ പേര് വന്നോണ്ടിരിക്കുവാ. മോനെ സീനല്ലയോ? എടാ കോപ്പാടാ നിനക്ക് കുളിക്കാൻ. എന്തുവാടാ 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 ഫ്രിഡ്ജിൽ സർപ്രൈസ്. അടുത്തത് പോടാ കണ്ടുപിടിക്കാ. നെട്ടുപോയി. ഈ സർപ്രൈസ് മാറ്. സർപ്രൈസ് ചെയ്ത് സർപ്രൈസ് ചെയ്ത് പുറത്ത് പോ. ഇക്കുന്റെ സ്പൈഡർമാൻ കേക്ക്. ഇക്കു കേക്ക് കെട്ടാൻ റെഡിയാണോ? റെഡി. എന്താ കേക്കാ? റെഡി. സന്തോഷായോ? എന്താ കേക്കാടാ? സ്പൈഡർമാനിന്റെ ഓക്കേ കട്ട് ചെയ്തോ. ഊതിക്കോ. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇക്കോ ഇക്കോ ദേക്ക് എടുത്ത് കൊടുക്ക്. ഇക്കോ ദേക്ക് എടുത്ത് കൊടുക്ക് ഇച്ചിരി. ഇന്നത്തെ കലാപരിപാടികൾ ഗൈസ്, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഇക്കുന് ഇക്കു ഇഷ്ടപ്പെട്ടാടാ? സൂപ്പർ. ഇക്കുന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ. പ്രതീക്ഷിച്ച ഇക്കു നീ പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. ഏ ഞാൻ താഴെ തരത്തില്ല. സർപ്രൈസ് വണങ്ങിയിരിക്കരുത്. എന്തോ? ആരും തരത്തില്ല പിണങ്ങി. ആരും തരത്തില്ല ഞാൻ വണങ്ങിയിരിക്കരുത്. എടാ അപ്പൊ സർപ്രൈസ് തന്നെ എല്ലാവർക്കും താങ്ക്സ് പറ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും.